കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടെ പൂരക്കാഴ്ചകൾക്ക് തുടക്കമായി. കുടമാറ്റവും വെഞ്ചാമരവും ഇലഞ്ഞിത്തറ മേളവുമായി പൂരനഗരി ഇനി ആഘോഷത്തിമിർപ്പിൽ ആകുന്നു. ആശങ്കകൾക്ക് വിരാമമിട്ട് പൂരം വെടിക്കെട്ടും പൂരപ്രേമികൾക്കായി പതിവ് പോലെ നടക്കും. കനത്ത സുരക്ഷയാണ് പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങൾ ദിൽജിത്ത് നൽകും. ദിൽജിത്ത്, എത്രത്തോളം ആവേശത്തിന്റെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്? ആശങ്കകൾ ഒട്ടുമേ ഇല്ല. തൃശ്ശൂരുകാർക്ക് അവർ നെഞ്ചോട് ചേർക്കുന്ന പൂരം, ആ പൂരം യാതൊരു വിധത്തിലുള്ള മുടക്കമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം ആവേശമാണ് ആ പൂരനഗരിയിൽ നിന്നും കാണാൻ കഴിയുന്നത്? പ്രജീഷ്, തീർച്ചയായും ഇന്നലെ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തള്ളി തുറന്ന് അകത്തേക്ക് കടന്നതോടുകൂടി തന്നെ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായിരുന്നു. ഇന്ന് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി ആദ്യ കടകപൂരം എന്ന നിലയിൽ വടക്കനാട സന്നിധിയിലേക്ക് എത്തിയതോടുകൂടി തന്നെ ആ പൂരം അതിന്റെ ഏറ്റവും ആവേശത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഘടകപൂരങ്ങൾ ഓരോന്നായി 8 ഘടകപൂരങ്ങൾ ഓരോന്നായി ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. അല്പസമയത്തിനകം തന്നെ മഠത്തിൽ വരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തും. മഠത്തിൽ വരവ് ഇവിടെ എത്തിച്ചേരാൻ നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഠത്തിൽ ഇറക്കി വെക്കുന്ന ഒരു ചടങ്ങ്, ഈ തിരുവമ്പാടിയിൽ നിന്ന് എത്തുന്ന എഴുന്നള്ളത്ത് മഠത്തിൽ ഇറക്കി പൂജിക്കുന്ന ഒരു ചടങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചടങ്ങ് ഇപ്പോഴും നിലനിന്ന് വരുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മഠത്തിൽ വരവ് എന്ന പേര് ഉള്ളതും. ഈ മഠത്തിൽ വരവ് അല്പസമയം തന്നെ ആരംഭിച്ച് ഇവിടെ എത്തിച്ചേരാനുള്ള സമയം ആയിട്ടുണ്ട്. അതിനുശേഷമാവും പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പുറപ്പാട് എത്തുന്നത്. ഏതായാലും പൂര ആസ്വാദകനായ ഒരാൾ നമ്മുടെ ഒപ്പം ചേരുന്നു. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് ഐദ്രു. ഞാൻ 25 വർഷമായിട്ടാണ് ഈ പൂരത്തിന് വരുന്നത്. 25 വർഷമായിട്ട് ഈ പൂരത്തിന് വരികയാണ്. ഈ പൂരം ഒരു സാംസ്കാരിക പൂരമാണ്. സാംസ്കാരിക പൂരമാണിത്. 25 വർഷമായിട്ട് ഈ പൂരത്തിന് ഞാൻ വരികയാണ്. ഇതിൻ്റെ 11:30 മണിക്ക് മഠത്തിൽ വരവ്, അത് കഴിഞ്ഞാൽ 2:30 ഇലഞ്ഞിത്തറ മേളം, അത് കഴിഞ്ഞാൽ പഞ്ചവാദ്യം, മറ്റേ കുടമാറ്റം, വെടിക്കെട്ട്. ഇത് മറ്റേ 4 കഴിഞ്ഞ് നാളെയാണ് കൊണ്ടുപോകുള്ളൂ. ഏറ്റവും ആവേശം ഉണർത്തുന്ന കാഴ്ച ഏതാണ്? ആവേശം ഉണർത്തുന്നത് ഇലഞ്ഞിത്തറ മേളം തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ആവേശം. ഇത്തരത്തിൽ ഇലഞ്ഞിത്തറ മേളം കാണാനും അതുപോലെ അതിനുശേഷം നടക്കുന്ന കുടമാറ്റം കാണാനും വെടിക്കെട്ട് കാണാനും എല്ലാം തന്നെ ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മഠത്തിൽ വരവ് ഇവിടെ എത്തിച്ചേരും. തുടർന്നാണ് പഞ്ചവാദ്യം ആരംഭിക്കുക. തുടർന്ന് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിനുള്ളിൽ കയറി എഴുന്നള്ളത്ത് വടക്കുന്നാഥനെ വലം വെച്ച ശേഷമാകും. തുടർന്നാണ് 12 മണിയോടുകൂടി തന്നെ ഈ പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരപ്പുറപ്പാട് ആരംഭിക്കുക. 15 ആനകളുടെ അകമ്പൊടിയോടുകൂടി തന്നെ പൂരപ്പുറപ്പാട് ഇറങ്ങുകയും ചെമ്പടയുടെ താളത്തോടുകൂടി തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിൽ നടക്കുന്ന മേളത്തിന് ശേഷം പൂർണ്ണമായും പുറത്തേക്കെത്തും. ഏതായാലും മറ്റൊരു പൂര ആസ്വാദകൻ നമ്മളൊപ്പം ചേരുന്നു. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മണിയെന്ന്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മുംബൈയിലാണ് സ്ഥിരമായിട്ട് ഇവിടെ ചെയ്യാറ്. എല്ലാ വർഷവും പൂരത്തിന്റെ സമയത്ത് ഇവിടെ എത്താറുണ്ടോ? കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു, ഈ കൊല്ലം വന്നു. ഇത്തവണ പൂരത്തിന്റെ ആഘോഷം എത്രത്തോളം ഉണ്ട്? ഇക്കൊല്ലത്തെ പൂരമൊന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ പൂര കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് വളരെ നല്ല നിലയ്ക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നിലയ്ക്ക് പൂരം നടക്കും. നല്ല ആഘോഷത്തോടു കൂടി എല്ലാവരും പങ്കെടുത്തു. ഇന്നലെ തെക്കേ ഗോപുരത്തിൻ്റെ തുറക്കുന്ന ചടങ്ങിൽ ഒരുപാട് മലയാളികളെ കണ്ടു, ഒരുപാട് മനുഷ്യരെ കണ്ടു. ആ മനുഷ്യരെല്ലാവരും കൂടിയിട്ട് ഇത്രയും ജനങ്ങളിൽ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സാംസ്കാരിക ബോധത്തിൻ്റെ തെളിവാണ്. കേരളത്തിന് പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ഏറ്റവും ആവേശമുണർത്തുന്ന ഒരു ഘടകം എന്താണ്? ഈ കുടമാറ്റമാണോ, അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളമാണോ, വെടിക്കെട്ടാണോ? എന്താണ് നമുക്ക് തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ആവേശമുണർത്തുന്നത്? സത്യം പറയുകയാണെങ്കിൽ വെടിക്കെട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ അതുപോലെയുള്ള കല, ആ വെടിക്കെട്ട് എന്ന ഒരു കല, അതൊരു കലയും കൂടിയുണ്ട്. ഒരു കലാബോധമുള്ള ഒരു വെടിക്കെട്ടുകാരനാണ് ഇത്ര സുന്ദരമായ ഒരു വെടിക്കെട്ട് നടത്താൻ കഴിയുള്ളൂ. വെടിക്കെട്ട് തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ആവശ്യം. വെടിക്കെട്ട് അതുപോലെ തന്നെ കുടമാറ്റം എന്ന് പറയുന്നതും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുടമാറ്റം എന്നത്. കുടമാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യം അത് ആസ്വദിച്ചാൽ തന്നെ, അത് നേരിട്ട് കണ്ട് ആസ്വദിച്ചാൽ തന്നെ അത് മനസ്സിലാകത്തുള്ളൂ. മറ്റൊരു പൂര ആസ്വാദകൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്താണ്? ജോയി എന്നാണ്, ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. പൂരം ഉണ്ടെങ്കിൽ ഏത് സമയത്തായാലും ഞാൻ ലീവിന് വരാറുണ്ട്. പൂരം പ്രത്യേകിച്ച് കുടമാറ്റം, വെടിക്കെട്ട് എല്ലാം ആസ്വദിക്കാറുണ്ട്. പൂരത്തിൻ്റെ എല്ലാ വർഷവും ഞാൻ ലീവിന് നാട്ടിൽ കൂടാറുണ്ട് പൂരത്തിന് വേണ്ടിയിട്ട്.
ഇക്കുറി പൂരത്തെക്കുറിച്ച് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എല്ലാം മാറി എല്ലാം ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു പൂരത്തിനെ പറ്റിയിട്ട്. പക്ഷേ ഒട്ടും മോശമാവില്ല എന്ന് ഞാൻ കരുതുന്നു. വളരെ ഭംഗിയായിട്ട് നടക്കുമെന്ന് കരുതുന്നു. ഏറ്റവും ആവേശം ഉണർത്തുന്ന കാഴ്ച എന്താണ്? അപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെന്ന നിലയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സംഭവം എന്താണ്? കുടമാറ്റം, ഇലഞ്ഞിത്തറ മേളം, മേളങ്ങളാണ് കൂടുതൽ ആസ്വദിക്കുന്നത്. മറ്റൊരു പൂര ആസ്വാദകർ നമ്മളൊപ്പം ചേരുന്നതാണ്. ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? അടുത്തുനിന്നാണ്. അമല. സനീഷ്. എല്ലാ കൊല്ലം പൂരത്തിന്റെ സമയത്ത് വരാറുണ്ടോ? നല്ല കൊല്ലം വരാറുണ്ട്. ഏറ്റവും പൂരത്തിന് നമുക്ക് ഏറ്റവും ആവേശം ഉണർത്തുന്ന കാഴ്ച എന്താണ്? കുടമാറ്റം, വെടിക്കെട്ട്. ഇത്തവണ പൂരത്തെക്കുറിച്ച് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വിട്ടുമാറി പൂർണ്ണമായിട്ടും പൗരാതിക ശക്തിയോടെ ഇത്രയും ഒരു വെയിലത്ത് ഞാൻ പിള്ളേരെ കൊണ്ട് വന്നതല്ലേ, അത് ഈ കുടമാറ്റം വെടിക്കെട്ടും കാണാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായും കണ്ടിട്ടാണ് മടങ്ങുന്നത്. അതെ അതെ അതെ. അല്ല, വീട് അടുത്താണ്. ഞാൻ പോവും, പോയിട്ട് വരും. ഇതിപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പോവും, പൂരം കണ്ടിട്ട് പോവും. ഇത്തരത്തിൽ നിരവധി ആളുകൾ സമീപത്തുള്ളവരും അതുപോലെ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും എത്തുന്ന ഒട്ടനവധി ആളുകൾ പൂരത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പൂരപ്രേക്ഷകൻ, പൂരാസ്വാദകൻ. പേര് പ്രകാശ്. എവിടെ നിന്നാണ് വരുന്നത്? അടുത്തന്നെയാണ് കുട്ടനെല്ലൂര്. പൂരത്തിന്റെ സമയത്ത് എല്ലാ ദിവസവും എല്ലാ വർഷവും ഇവിടെ ഏറ്റവും നമുക്ക് ആവേശം ഉണർത്തുന്ന ഒരു ഘടകം തന്നെ കുടമാറ്റം, വെടിക്കെട്ട്. അതന്നെ. ഇപ്പം ഇനി നടക്കാൻ പോകുന്ന ചടങ്ങ് എന്താണ് ഇവിടെ? ഇനിയിപ്പോൾ ചടങ്ങ് ഇനിയിപ്പോൾ മറ്റേ ഇതാണല്ലോ, മറ്റേ കുടമാറ്റത്തിൻ്റെ ചടങ്ങ് ആവാറായി. ഒരു 3 മണിയോടുകൂടി തുടങ്ങുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആവേശമുണർത്തുന്ന, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് പുറമെ കേരള ജനത ആകെ ആവേശത്തിലാകുന്ന കാഴ്ച, വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പൂരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഉള്ളത്. പൂരത്തിൻ്റെ വിവിധ ചടങ്ങുകളെക്കുറിച്ച് അറിയാനുള്ള ആവേശം, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ നിന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഉത്ഭവം. ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാനാവാത്ത ഘടകപൂരങ്ങൾക്ക് അതിന് ബദലായി തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന പേരിൽ പിന്നീട് വിഖ്യാതമാകുന്നത്. ഈ പൂരം ഇപ്പോൾ 218ാമത്തെ തവണയാണ് ഇക്കുറി ആഘോഷിക്കുന്നത്. പൂർണ്ണമായും ആഘോഷപരമായ ചടങ്ങുകളാണ് നടക്കുന്നത്. പൂരം ആസ്വദിക്കാനായി എത്തിയിരിക്കുന്ന ഒരു സംഘം. ജേഷ്. എവിടെ നിന്നാണ് വരുന്നത്? ബാലരാമപുരം, തിരുവനന്തപുരം. തിരുവനന്തപുരം. എല്ലാ വർഷവും വരാറുണ്ടോ? വരാറുണ്ട്. എങ്ങനെയാണ് പൂരത്തിന് ഏറ്റവും നമുക്ക് ആവേശം ഉണർത്തുന്ന കാഴ്ച എന്നാണ്? ആനകളുടെയും ഈ കമ്പക്കെട്ടും അതൊക്കെയാണ്. ഇക്കുറി ഈ കമ്പക്കെട്ടൊക്കെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, അതില്ലെങ്കിൽ ഇതിന്റെ പൂരം അത്ര ഇതല്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. എല്ലാവരും തിരുവനന്തപുരത്താണ് എല്ലാ വർഷവും വരാറുണ്ട്? ഇല്ല, ആദ്യത്തെ വർഷമാണ്. അടുത്ത വർഷമാണ്. ഇപ്പോൾ വന്നപ്പോൾ എന്ത് തോന്നുന്നു? വന്നപ്പോൾ പൂരത്തിന്റെ ആവേശം തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേരളം മൊത്തത്തിലുള്ളതാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഈ പൂരത്തിന് വന്ന ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പൂരം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏറ്റവും കൗതുകം ഉണർത്തുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് വേണ്ടിയാണ്. ഇലഞ്ഞിത്തറ മേളത്തിന് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. 2:30 മണി ഞാൻ കാത്തിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളത്തിന് എന്തായാലും ഇലഞ്ഞിത്തറ മൂട്ടിൽ ഞാൻ ഉണ്ടാവും. മറ്റു മേളങ്ങളിൽ നിന്ന് ഇലഞ്ഞിത്തറ മേളത്തെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇലഞ്ഞിത്തറ മേളത്തിന് മെയിനായിട്ട് അതിൻ്റെ ആവേശമാണ്. ആവേശം തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ പൂരത്തിന്റെ തുടക്കത്തിനാണ് ഇലഞ്ഞിത്തറ മേളത്തിന്റെ അതിന്റെ ആവേശം തന്നെയാണ് ഏറ്റവുമായിട്ട് മറ്റു നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? ആനന്ദ്. തിരുവനന്തപുരമാണോ? തിരുവനന്തപുരം. അല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട്. എന്താണ് ചേട്ടന് ഏറ്റവും ആവശ്യകരമായിട്ട് തോന്നുന്നതാണ് ഈ മേളം, കുടമാറ്റം, ഇതൊക്കെ തന്നെ. ഈ വെടിക്കെട്ടിനൊക്കെ ആവശ്യം എത്രത്തോളം ഉണ്ട്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇത് നടന്ന പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇതിന്റെ ഒരു ആവശ്യത്തിൽ വന്നതാണ്. എല്ലാവരും അല്ല, കൊല്ലം. ആദ്യമായിട്ടാണോ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. ഏതാണ് ഏറ്റവും ആവശ്യം ഉണർത്തുന്ന കാഴ്ച? കുടമാറ്റമാണ്. അതെ. ഇത്തരത്തിൽ കുടമാറ്റവും വെടിക്കെട്ടും അടക്കം എല്ലാത്തരം കാഴ്ചകളും കാണാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങൾ ചരിത്രമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, 1000-ലധികം വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് ഉത്ഭവിച്ച തൃശ്ശൂർ പൂരം ഇക്കുറി 218ാമത്തെ പൂരമാണ് ഇക്കുറി നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആശങ്കകളൊന്നുമില്ലാതെ തന്നെ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരങ്ങൾ നടത്തിക്കാൻ ഇരു ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനാവുന്നത്. അതോടൊപ്പം തന്നെ പൂരപ്രേമികൾ പൂർവാധികം ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഓരോ ഘടകപൂരങ്ങളായി ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആചാരപരമായ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഠത്തിൽ വരവിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം മഠത്തിൽ വരവ് വടക്കനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. തൊട്ട് പിന്നാലെയാണ് പാറമേക്ക വിഭാഗത്തിൻ്റെ പൂരപ്പുറപ്പാട് ആരംഭിക്കുന്നത്. 15 ആനകളുടെ അകമ്പടിയോടുകൂടി ചെമ്പട മേളത്തോടു കൂടിയാണ് പൂരപ്പുറപ്പാട് ആരംഭിക്കുന്നത്. തുടർന്ന് വടക്കനാഥനെ വലം വെച്ച് എത്തുന്ന ഈ എഴുന്നള്ളത്ത്, പാറമേക്ക വിഭാഗത്തിന്റെ എഴുന്നള്ളത്ത് ഇലഞ്ഞിത്തറയിൽ എത്തിച്ചേരുന്നതോടുകൂടി തന്നെ 4 മണിക്കൂർ നീളുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാവും. പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ 200-ലധികം കലാകാരന്മാരാണ് ഈ
ഇലഞ്ഞിത്തറ മേളത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പാണ്ടിമേളം കൊട്ടുന്നു, അസുരവാദ്യമായ പാണ്ടിമേളം കൊട്ടുന്നു എന്നത് തൃശ്ശൂർ പൂരത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആ പാണ്ടിമേളം ആസ്വദിക്കുന്നതിനായി അതിൽ ആറാടാനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാണ്ടിമേളം കാണുന്നതിന് വേണ്ടി മാത്രം പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള ആളുകൾ, കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാനായി മേളാസ്വാദകരായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അതിനുശേഷം നടക്കുന്ന തെക്കോട്ടിറക്കം, അതുപോലെ തന്നെ കൂടിക്കാഴ്ച, തുടർന്ന് നടക്കുന്ന വർണ്ണാഭമായ കുടമാറ്റം എന്നിവയെല്ലാം തന്നെ കാണാനായി നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. കുടമാറ്റത്തിനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിർമ്മാണം ആരംഭിച്ച കുടകൾ, വർണ്ണക്കുടകളെല്ലാം തന്നെ ഇപ്പോൾ ചമയ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സ്പെഷ്യൽ കുടകൾ, ഇരുവിഭാഗവും സ്പെഷ്യൽ കുടകൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ കുടകളെല്ലാം തന്നെ പൂരത്തിൻ്റെ അവസാന നിമിഷമാകും പുറത്തെടുക്കുക. അത്തരത്തിലുള്ള സസ്പെൻസ് കുടകൾ കാണാനും വർണ്ണവിസ്മയങ്ങൾ കാണാനുമുള്ള കാത്തിരിപ്പിലാണ് ഓരോ പൂരപ്രേമിയും. ഏതായാലും ഇപ്പോൾ ഘടകപൂരങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു ഘടകപൂരം ഇപ്പോൾ ഈ തെക്കേ ഗോപുരം നട തുറന്ന് പുറത്തേക്ക് വരുന്നതിനുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൂരം ഉച്ചസ്ഥായിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ദിൽജിത്ത് തുടരണം. അത് കൂടുതൽ പൂരവിശേഷങ്ങളിലേക്കും പൂരപ്രേമികളുടെ ഓരോ നിമിഷത്തെയും അഭിപ്രായങ്ങളും ആസ്വാദന രീതിയെ സംബന്ധിച്ചൊക്കെയും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മടങ്ങിയെത്താം. വെടിക്കെട്ട് അപകടത്തിന് ശേഷം പുറ്റിങ്ങൽ ദേവീക്ഷേത്ര നട തുറന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് നട തുറന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ മായും മുമ്പെയാണ് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി നട തുറന്നത്. വിശ്വാസികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നട തുറക്കുമ്പോൾ ഏവരും ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു. ശുദ്ധികലശത്തിനു ശേഷം നിത്യപൂജകൾ മാത്രമേ തൽക്കാലം ഉണ്ടാവുകയെന്നും തന്ത്രി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ബിംബത്തിന് കേടുപാടുകളില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുഖത്ത് ഭാവത്ത് വ്യത്യാസമൊന്നുമില്ലായിരുന്നു, എന്തിനും കുഴപ്പമൊന്നുമില്ല. കണ്ണിനോ ബിംബത്തിനോ പീഠത്തിനോ അഷ്ടബന്ധത്തിനോ തകരാറുകളും സംഭവിച്ചിട്ടില്ല. എല്ലാ ഉത്സവകാലത്തും വെടിക്കെട്ടിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് നട തുറക്കുന്നത്. എന്നാൽ ഇത്തവണ അത് ദുരന്തത്തിന്റെ വേദനയോടെയാണെന്ന് മാത്രം. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും പോലീസും നട തുറക്കൽ ചടങ്ങിന് സാക്ഷികളായി. നട തുറന്നതോടെ പ്രദേശവാസികളും നാട്ടുകാരും ഈശ്വരവിശ്വാസികളുമൊക്കെ അവരുടെ സ്വസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പരവൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. അഴിമതിരഹിത കേരളത്തിന് വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. പാലക്കാട് ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു VS. കേരളം കണ്ട ഏറ്റവും കൂടിയ അഴിമതി ഭരണമാണ് കഴിഞ്ഞ 5 വർഷമായി ഇവിടെ നടന്നു വരുന്നത്. എല്ലാത്തരം ആഭാസത്തരങ്ങളെയും അഴിഞ്ഞാട്ടങ്ങളെയും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയത്. ഇതിനെതിരെ അതിശക്തമായ ഒരു ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാവുന്ന അക്വാപോണിക്സിന് കേരളത്തിൽ പ്രചാരമേറുന്നു. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡ് ജേതാവായ PT ആന്റണിയുടെ അക്വാപോണിക്സ് ഫാം കർഷകർക്ക് മാതൃകയാവുകയാണ്. ഒരേ സമയം മത്സ്യവും പച്ചക്കറിയും കൃഷി ചെയ്യാമെന്നതാണ് അക്വാപോണിക്സിന്റെ പ്രത്യേകത. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അക്വാപോണിക്സിനെ സ്വാധീനിക്കില്ല. കൃഷിക്ക് അധികം സ്ഥലവും ആവശ്യമില്ല. കൈരളി പീപ്പിൾ ടിവിയുടെ കതിർ അവാർഡിന് അർഹനായ മാള സ്വദേശി PT ആന്റണി അക്വാപോണിക്സിലൂടെ വൻ നേട്ടം കൊയ്തതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. ഈ ഒരു 3/4 സെന്റ് സ്ഥലത്ത് നമ്മളൊരു 2250 മത്സ്യങ്ങളെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് സേവിക്കും. അതിപ്പോൾ നമുക്ക് ഒരു 1 കിലോനും ടൺ ഒരു 1018 കിലോ 1150 കിലോത്തോളം നമുക്ക് വിളവെടുക്കാൻ പറ്റി. നമ്മൾ മീൻ മാത്രം തീറ്റ കൊടുക്കണുള്ളെങ്കിലും ഈ വെള്ളത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസും ചെടിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ബാക്ടീരിയകളുടെ പ്രവർത്തനഫലമായിട്ട് അമോണിയനെ നൈട്രേറ്റ് ആക്കി ചെടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല വളർച്ച കിട്ടുന്നത്. അക്വാപോണിക്സിന്റെ സാധ്യതകൾ വളരെ വലുതാണെങ്കിലും കർഷകർ തുടക്കത്തിൽ വൻതുക ചെലവഴിക്കേണ്ടി വരും. ഇതുകൂടാതെ വൈദ്യുതി ബില്ലും ഉയരും. ഈ സാഹചര്യത്തിൽ സർക്കാർ സബ്സിഡി നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അൽഷിഫ ആശുപത്രിയും എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹവേദി ഒരുക്കി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജഹാൻ യൂസഫിന്റെ മകൾ ഷിഫയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തിയത്. വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ധൂർത്തിനും അനാചാരങ്ങൾക്കും എതിരായ സന്ദേശമാണ് ഈ പ്രവൃത്തിയെന്ന് ഷാജഹാൻ യൂസഫ് പറഞ്ഞു. അൽഷിഫ സാന്ത്വനം 2016 എന്ന പദ്ധതിയുടെ ഭാഗമായി ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ മകൾ ഷാൻ ജോൺസൺ അവസാനമായി സംഗീതം നൽകിയ പ്രണയസുന്ദരഗാനം വൈറലാകുന്നു. അകാലത്തിൽ കൊഴിഞ്ഞുപോയ ഷാൻ
ഓർമ്മപ്പൂക്കളായി മാറിക്കഴിഞ്ഞു. ഇതൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗാനം. ഇളംവെയിൽ കൊണ്ടു നാം നടന്ന നാളുകൾ, ഇടവഴിയിൽ ഹൃദയങ്ങൾ തുറന്ന വേളകൾ, ഇളംവെയിൽ കൊണ്ടു നാം നടന്ന നാളുകൾ, ഇടവഴിയിൽ ഹൃദയങ്ങൾ തുറന്ന വേളകൾ. ഈറൻമിഴികൾ കണ്ടു ഞാൻ തുടച്ച സന്ധ്യകൾ, ഇമ്പമാർന്ന നിന്റെ പാട്ട് കേട്ട